ശ്രീ വസീഫ്, നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് കേട്ടത് എം പി ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. അദ്ദേഹം പറയുന്നു, മന്ത്രിക്ക് നേരെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായി. ആ ക്രിമിനൽ സംഘത്തിൽ ഒരാൾ മന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അയാളെ പിന്നീട് പിടിച്ചു മാറ്റി, അതുകൊണ്ട് മന്ത്രി രക്ഷപ്പെട്ടു. മന്ത്രിക്ക് നേരെ ഉണ്ടായത് വധശ്രമമാണ് എന്നാണ്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ പൊതുജനമോ ഒന്നുമല്ല ഇതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത്. അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ട കാര്യമാണ്. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മുടെ ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയേണ്ടത് അങ്ങനെയാണ്. ഇപ്പോൾ റെയിൽവേ പോലീസ് പരിശോധിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായത് ഈ സംഭവങ്ങൾ നടക്കുമ്പോഴുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിൽ നിന്ന് മന്ത്രിക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നുവെന്നും അതിലാണ് മന്ത്രിക്ക് പരിക്കേറ്റതെന്നും അത് ഈ ഗുണ്ടാ സംഘങ്ങളിൽ ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നു, അയാളെ പിടിച്ചു മാറ്റിയത് കൊണ്ടാണ് ഈ വധശ്രമത്തിൽ നിന്ന് ഒഴിവായതെന്നുമൊക്കെ CPM നേതാക്കൾ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അല്ല, ഇന്നലെ ഇപ്പോൾ വീണ ജോർജിൻ്റെ സുഹൃത്തുക്കളായിരുന്നോ ഈ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്ക് പുറപ്പെട്ട് വന്ദേ ഭാരതിൽ കയറാൻ വേണ്ടി പോയ മന്ത്രിയെ, ആ മന്ത്രിയുടെ സുഹൃത്തുക്കളായിരുന്നോ വന്ന് സ്നേഹപ്രകടനം കാണിച്ചത്? കോഴിക്കോട് ഇവരുടെ സതീശൻ്റെ ജാഥയിൽ അവർ തള്ളിയിട്ട് നിലത്ത് വീണ സാക്ഷാൽ മുല്ലപ്പള്ളി രാമചന്ദ്രന് സ്നേഹത്തള്ളിൻ്റെ ഇരയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അല്ലാതെ അദ്ദേഹം മറ്റൊരു തള്ളിൽ വീണതല്ല. ആദ്യം വീണിട്ടില്ല എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു സ്നേഹത്തള്ളാണ് എന്ന്. അതിന് ക്യാമറ ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും കണ്ടതല്ലേ. അവിടെ MP ഷാഫി പറമ്പിൽ കാണിച്ചത് എല്ലാം TV യിൽ നമ്മൾ കണ്ടതല്ലേ. എന്നാൽ ഇവിടെ നടന്നത് എന്താ? ഞങ്ങളുടെ ഏതെങ്കിലും DYFIക്കാരാണോ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിയെടുത്തത്? അങ്ങനെ ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു യാത്രക്ക് പുറപ്പെടുന്ന മന്ത്രിക്ക് ഒരു പൊതു പരിപാടിയൊന്നും അല്ലല്ലോ. യാത്രക്ക് പോവുക, റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന് പോകുന്ന വഴിയിൽ ഒരു വനിതാ മന്ത്രിയെ ചരിത്രത്തിലില്ലാത്ത തരത്തിൽ അവരുടെ നേരേക്ക് പാഞ്ഞെടുക്കുന്ന ദൃശ്യം, നിങ്ങൾ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ വളരെ അടുത്തവരുണ്ടല്ലോ, ഇല്ലേ? വീണ ജോർജ് എവിടേക്കാണ് പോകുന്നത്? ട്രെയിനിലേക്കാ, ഈ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. തിരിച്ച് ഒളിഞ്ഞും പാത്തും നോക്കിയിരുന്ന് KSUക്കാർ വരുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഒരു സമരമാണോ? അല്ലല്ലോ. ഒളിഞ്ഞിരുന്ന് പാത്തും പതുങ്ങിയും സതീശൻ പറഞ്ഞത് 3 പേര് എന്നാ, KSUക്കാർ പറയുന്നത് 5 പേര് എന്നാ. ഏതായാലും 10-ലധികം പേരൊന്നും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സമരത്തിനൊന്നും ഇപ്പോൾ കാണാറില്ല. ഗറില്ല മോഡൽ സമരമല്ലേ നടത്തിയത്? അങ്ങനെ ഒരു സമരം നടത്തുന്നത് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അതാണോ സമരരീതി? അങ്ങനെ ഈ മന്ത്രിയുടെ നേരേക്ക് പാഞ്ഞെടുത്തല്ലോ ഇവർ. ഈ പറയുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ മന്ത്രിക്ക് അപകടം പറ്റി, അല്ലെങ്കിൽ പിടിക്കുന്നത് കിട്ടിയില്ല, ഇവിടെ കഴുത്തിന് നെക്കുന്നത് കിട്ടിയിട്ടില്ല, നെറ്റിക്ക് കുത്തുന്നത് ദൃശ്യം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നാണം കെട്ട കോൺഗ്രസ്സുകാരുടെയും യൂത്ത് കോൺഗ്രസ്സുകാരുടെയും ഒക്കെ പ്രചരണമുണ്ട് നമ്മുടെ നാട്ടിൽ. എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി, ഇനി പോട്ടെ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ സതീശൻ, അവരാണല്ലോ ദൃശ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ പ്രതിപക്ഷ നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുട്ടുകാല് തല്ലി ഒടിച്ച് നിങ്ങൾ വരണം എന്ന് പറയുന്നു. അതോടൊപ്പം പറയുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ടാകരുത്, എന്നാൽ നിങ്ങൾക്ക് 5 ലക്ഷം ഇനാം തരാം എന്ന് ഞങ്ങളങ്ങ് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും പറയുക. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ പ്രതിപക്ഷ നേതാവിനെയോ ഈ പറയുന്ന നിരീക്ഷകരെയോ ഇങ്ങനെ വലിയ വായിൽ സംസാരിക്കുന്നവരെയൊക്കെ ക്യാമറ ഇല്ലാത്തിടത്തുനിന്ന് ദേഹോപദ്രവം ഏൽപ്പിക്കാൻ പറ്റില്ലേ? എല്ലാം ക്യാമറ കണ്ണിൽ കാണുമോ? എന്ത് ന്യായമാണ് ഇവർ പറയുന്നത്? ഇവർ പറയുന്നതിനനുസരിച്ച് ക്യാമറയും അല്ലെങ്കിൽ അതിൻ്റെ ന്യായീകരണങ്ങളുമായി പോവുകയാണോ വേണ്ടത്? വീണ ജോർജ് മിനിസ്റ്റർക്ക് അവിടെ പരിക്ക് പറ്റിയിട്ടില്ലേ? നേരത്തെ ഇവരുടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആൾ പേരാമ്പ്രയിൽ ഇപ്പോൾ പത്രസമ്മേളനം നടത്തി പറയുന്നത് കേട്ടു, എനിക്ക് മൂക്കിന് പരിക്ക് പറ്റിയപ്പോൾ ഞാൻ ICUവിലേക്ക് വീൽ ചെയറിൽ പോയത്, അതുവരെ നടന്നു പോയി, പിന്നെ വീൽ ചെയറിൽ പോയി, ഒക്കെ കണ്ടതല്ലേ. ഈ ഷാഫിയുടെയും വീണ ജോർജിൻ്റെയും പ്രായം എത്രയാ? ആരോഗ്യസ്ഥിതിയും നമ്മൾ പരിശോധിച്ചാൽ എന്താ സ്ഥിതി? അവിടെ ഒരു മൽപ്പിടുത്തം ഉണ്ടാകേണ്ട സാഹചര്യം എന്താ ഉണ്ടായത്? പേരാമ്പ്രയിൽ അവർ ഉണ്ടാക്കിയതും ഇവിടെ
ആരുണ്ടാക്കിയതാണ്? KSU ഉണ്ടാക്കിയതല്ലേ? വേറെ എത്ര പൊതു ഇടങ്ങളിൽ ഇവർ കരിങ്കൊടി കാണിച്ചു? ഇവർ പ്രസംഗിക്കുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നു, ഒക്കെ കാണിക്കാൻ ആർക്കാ തർക്കം? പലയിടങ്ങളിലും നമ്മൾ കണ്ടു, മന്ത്രി വന്ന് അവരോട് സൗഹാർദ്ദത്തോടു കൂടി നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ എന്ന് പറയുന്നത് കേട്ടില്ലേ? കൈയും കെട്ടി നിൽക്കുന്നത് കണ്ടില്ലേ? അതിനെന്താ പ്രശ്നം? ഒരു പ്രശ്നവും നമ്മൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. പ്രതിഷേധിക്കട്ടെ, പ്രതികരിക്കട്ടെ, അതിനൊന്നും നമുക്ക് എതിർപ്പില്ല. ഇങ്ങനെ അക്രമ സ്വഭാവമുള്ള ഈ ഒരു സമരത്തിലേക്ക്, ഇങ്ങനെ ഒരു മാർഗത്തിലേക്ക്, ഗറില്ല മോഡൽ സമരമുറയിലേക്ക് ഈ KSUയും യൂത്ത് കോൺഗ്രസും ഒക്കെ ഈ സതീശന്റെ ഉപദേശവും കേട്ട് വരുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് ദൃശ്യങ്ങൾ വേണം എന്നാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നതെങ്കിൽ നാളെ നിങ്ങൾ മാറ്റി പറയരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി ഒരു അവസരത്തിൽ ദൃശ്യങ്ങളില്ലാത്തത് കൊണ്ട് അക്രമം നടന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയണം. ആ സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തണം. ദൃശ്യങ്ങൾ ഉണ്ടായാലേ ഞങ്ങൾ ഇനി അക്രമ വാർത്ത കൊടുക്കൂ എന്ന് നിങ്ങൾ പറയോ? ശരി, അല്ല വസീഫ്, ശരി, അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല ശരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് റെയിൽവേ സ്റ്റേഷനകത്ത് ഈ വീണ ജോർജ്, അല്ല റെയിൽവേ സ്റ്റേഷനകത്ത് വീണ ജോർജിന് നേരെ ഒരു അതിക്രമ ലക്ഷ്യത്തോടു കൂടി KSU പ്രവർത്തകർ പാഞ്ഞെടുത്തു. അതിൽ വീണ ജോർജിന് പരിക്കുപറ്റി. ഇതാണല്ലോ നമ്മുടെ മുന്നിലുള്ള വിഷയം. അപ്പോൾ അത് അന്വേഷിക്കുന്നത് RPF അന്വേഷിക്കുന്നു. അവരെ മുന്നിലുള്ള അന്വേഷണത്തിന്റെ മാർഗം എന്താണ്? ആ CCTV ദൃശ്യങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നാണ്, അല്ലേ? മന്ത്രിക്ക് നേരെ അതിക്രമം ഉണ്ടായോ എന്ന കാര്യം പരിശോധിക്കുകയാണ് അവർ ആദ്യം ചെയ്യേണ്ടത്. അതിലെല്ലാ ദൃശ്യങ്ങളും ഉണ്ടല്ലോ. മന്ത്രിക്ക് നേരെയുള്ള അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ ഒഴിച്ച് അതെങ്ങനെ സംഭവിച്ചു? പിന്നെ മന്ത്രി ആക്രോശിച്ചുകൊണ്ട് അങ്ങോട്ട് നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. പോലീസ് വലയം വെക്കുന്നത് കണ്ടു. അവിടെ ഉണ്ടായ ഒരു, ശരിയാണ് വസീഫ് പറഞ്ഞതുപോലെ, അവിടെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. KSU പ്രവർത്തകർ ഇരച്ചു കയറിയിട്ടുണ്ട്. മുദ്രാവാക്യം വിളികൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, ഒന്നൊഴികെ. ഇപ്പോൾ ഫിസിക്കൽ അസോൾട്ട് മന്ത്രിക്ക് നേരെ ഉണ്ടായി എന്ന് MP ജയരാജൻ പറഞ്ഞ, അല്ലെങ്കിൽ MP ഗോവിന്ദൻ പറഞ്ഞ, അതല്ലെങ്കിൽ CPM നേതാക്കൾ ആവർത്തിക്കുന്ന ആ ഒരു ഭാഗം ഒഴികെ ബാക്കി നിങ്ങൾ പറയുന്ന പോലെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പോലീസ് അവിടെ കൂടിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ആക്രോശിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിനെല്ലാം കഴിഞ്ഞ ശേഷം പിന്നീട് ഈ ഭാഗം മാത്രം ഇല്ലാതെ പോകുന്നു. RPF ആണല്ലോ ഇത് അന്വേഷിക്കേണ്ടത്, പരിശോധിക്കേണ്ടത്. അവർ പിന്നെ എന്ത് വെച്ചാണ് ഇതിലെ തെളിവുകൾ ശേഖരിക്കുക? അല്ല, RPFന് ഇങ്ങനെ മൊഴി കൊടുത്താൽ പോരെ? അവരതിനനുസരിച്ച് പരിശോധിച്ചാൽ പോരെ? അവരിനി എങ്ങനെയോ പരിശോധിച്ചാലും പരിശോധിച്ചില്ലെങ്കിലും അവിടെ സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ അതിങ്ങനെ വിധി എഴുതാൻ പറ്റുമോ? CCTV ദൃശ്യങ്ങളില്ല. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇനിയും ഈ നേതാക്കന്മാരൊക്കെ സഞ്ചരിക്കുന്ന സ്ഥലമാണല്ലോ. നിങ്ങൾ ഉത്തരവാദിത്വ ബോധമുള്ള, അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തോടു കൂടി ഇടപെടുന്ന ഒരു മാധ്യമ ചാനലിന്റെ പ്രതിനിധിയാണല്ലോ. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ, ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ ഇതുപോലെ ദൃശ്യങ്ങളിലില്ലാത്ത അക്രമത്തിന് ഇരയാകേണ്ടി വന്നാൽ, അവരൊക്കെ ഇങ്ങനെ ഇരയാക്കപ്പെട്ടാൽ നിങ്ങൾ ഇതേ ന്യായം പറയോ? അത്രേ ചോദ്യമുള്ളൂ. ആ ന്യായമാണോ പറയാ? എന്തൊരു വൃത്തികേടാണിത്. ഇവിടെ ഇനിയിപ്പോ ഇവരുടെ ഗൂഢാലോചന എന്നൊക്കെ ഇവർ പറയുന്നത്. ഇന്ന് സതീശന്റെ പത്രസമ്മേളനത്തിൽ ഗൂഢാലോചനയാണ്, സ്പീക്കറുടെ ഗൂഢാലോചന. പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും പോയി, വീണ്ടും വന്നു, ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറയുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ പറ്റുന്നത്? ആരാണ് ഈ പറയുന്നത്? ഈ കോൺഗ്രസ്സുകാർ 5 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ മറ പിടിച്ച് വ്യാപകമായ അക്രമത്തിലേക്ക് ഈ സമരത്തെ കൊണ്ടുപോകുന്നത് എന്തിനാ? ഇവർക്ക് പോട്ടെ ഒരു 500 പേരെ, പോട്ടെ ഒരു 100 പേരെ, ഒരു 50 പേരെ അണിനിരത്തി ഒരു പ്രകടനം നടത്താനുള്ള ശേഷിയൊന്നുമില്ല. എന്നിട്ടാണ് ഈ ഗറില്ല മോഡൽ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എന്നിട്ട് പോലീസിന് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പറ്റിയിട്ടില്ല. ഇവരെ പോലെ അങ്ങനെ ശരീരത്തിന് ചുറ്റും ക്യാമറകളുമായി നടക്കുന്നവരല്ല കേരളത്തിലെ ഈ മന്ത്രിമാരൊന്നും. ഇവരങ്ങനെയാ നടക്കുക. തിരിയുന്നത് റീല്, ഇരിക്കുന്നത് റീല്, ഓടുന്നത് റീല് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് മൂക്കിന് കുത്തുന്നത് റീല് കിട്ടിയിട്ടില്ല. അവിടെ പടക്കെറിയുന്ന റീലാ കിട്ടിയത്. നമുക്ക് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്തൊക്കെയായിരുന്നു അന്ന്? നിങ്ങൾ തെളിവ് ചോദിച്ചിരുന്നോ? ഇതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന് സുഖമില്ല, എന്തോ ഒരു പ്രത്യേക അസുഖമാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കണം. ഇതൊക്കെ അവർക്ക് എന്തു ആവാം. ഏതെങ്കിലും ദൃശ്യങ്ങളിൽ ഉള്ളതിനാണോ അന്ന് ഈ സമയത്തെല്ലാം നമ്മൾ ഇങ്ങനെ വ്യാഖ്യാനിക്കാറ്? ശരി വസീഫ്, ഞാൻ വസീഫിന് രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ വസീഫിലേക്ക് വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.